ഈശ്വർ മാൽപ്പയുടെ വാഹനമാണത്. ഈശ്വർ മാൽപ്പയുടെ ആംബുലൻസ് ആണത്. ആ വാഹനത്തിൽ ഈ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം ഈശ്വർ മാൽപ്പെ ഇപ്പോൾ മടങ്ങുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ മഞ്ചേശ്വരം MLA കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. MLA, വളരെ ആത്മവിശ്വാസം അല്ലേ? നമ്മളെ സംബന്ധിച്ച് നേരത്തെ രാവിലെ ഉണ്ടായ നിരാശയൊക്കെ മാറുന്ന രീതിയിൽ നമുക്ക് നാളത്തെ തെരച്ചിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കണ്ടെത്തലല്ലേ അരുൺ? ഇത്ര ദിവസമായി നമ്മളിവിടെ ദിവസങ്ങളായി കാത്തുനിന്ന സമയത്ത് പോലും ഇന്ത്യൻ ആർമിയും നേവി അടക്കമുള്ള ആളുകൾ തെരച്ചിൽ നടത്തിയിട്ട് പോലും നമുക്ക് ഇത്രയും വലിയൊരു ഭാരത് ബെൻസ് ലോറിയുടെ ഒരു അവശിഷ്ടം പോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ നമ്മളെല്ലാവരും നല്ല ടെൻഷൻഡായിരുന്നു. ഞാനിപ്പോൾ ബാംഗ്ലൂർ പോയപ്പോൾ എന്നോട് അവരൊക്കെ ഉറപ്പ് നൽകിയതാണ് 2 ദിവസം കൊണ്ട് നേവി ഇറങ്ങുമെന്നൊക്കെ. അതിനിടയിലാണ് ഇവിടുത്തെ MLA ഇടപെട്ട് ഈശ്വർ മാൽപ്പെ മുങ്ങാൻ തുടങ്ങിയത്. നമ്മളൊക്കെ ലൈവായി, ഇന്ന് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്കൊന്നും വലിയ വിലക്കോ കാര്യങ്ങളില്ലായിരുന്നു, നിങ്ങൾക്ക് ലൈവായി കാണാൻ കഴിഞ്ഞു. അദ്ദേഹം 2ാമതും 3ാമതും മുങ്ങി ആ അടിത്തട്ടിൽ നിന്ന് പൊങ്ങിയപ്പോൾ അദ്ദേഹം നമ്മുടെ ഭാരത് ബെൻസിൻ്റെതെന്ന് ഉറപ്പിക്കുന്ന ഒരു വീൽ ജാക്കി കൂടി നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. 1-2 സാധനങ്ങൾ കൂടി വേറെയും കിട്ടിയിട്ടുണ്ട്. നാളെ 8:30 മണിയോടുകൂടി നേവിയും SDRFും സഹകരിപ്പിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടത്തുമെന്ന് കലക്ടർ പറഞ്ഞിട്ടുള്ളത്. നാളത്തെ തെരച്ചിൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ അർജുൻ്റെ വണ്ടിയും അർജുനെ കണ്ടെത്തുന്ന രീതിയിലേക്ക് എത്തുമെന്നുള്ള 100%. ഒരു സ്പോട്ടിൽ മാത്രമാണ് തെരച്ചിൽ നടത്തിയത്, പുഴയോട് ചേർന്ന ഭാഗത്ത്. നാളെ കുറച്ചുകൂടി ആഴത്തിലോട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്തോടു കൂടി തെരച്ചിൽ വ്യാപിക്കും എന്നാണ് അല്ലേ? അതെ, ഇന്നിപ്പോൾ നമ്മുടെ ഈശ്വർ മാൽപ്പയുടെ കയ്യിൽ നല്ല ടീമൊന്നും അവർ ഇല്ലായിരുന്നു. നാളെ അവർ നല്ല ടീമോട് കൂടിയിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. നാളെ 8:30 നടക്കുന്ന തെരച്ചിൽ നിർണായകമായ തെരച്ചിലായിരിക്കും. നമുക്ക് അർജുനെ കണ്ടെത്താൻ കഴിയും. മഞ്ചേശ്വരം MLA ആണ് പ്രതികരിച്ചത്. അദ്ദേഹവും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ ഈ തെരച്ചിൽ കണ്ടുനിന്ന ആരായാലും ഈ സംബന്ധിച്ച് അവർക്ക് ഈ ആത്മവിശ്വാസം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. കാരണം തെരച്ചിൽ ആരംഭിച്ച് നിമിഷങ്ങൾക്കകമാണ് അദ്ദേഹം ഈ പറയുന്ന ഈ 3 ബോഡി പാർട്സ്, അതായത് ഈ ലോറിയുടെ 3 ബോഡി പാർട്സ്, അത് 2 ടാങ്കർ ലോറിയുടെ ആണ്, ഒന്ന് ഈ മനാഫിന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് അർജുൻ ഓടിച്ച ഈ ട്രക്കിൻ്റെതാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതൊരു വീൽ ജാക്കാണ്, അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനാഫ് തന്നെ അത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. നാളത്തെ തെരച്ചിൽ ഏറെ നിർണായകമായിരിക്കും. ഉന്മേഷ്, അത് രാവിലെ 8:30 തന്നെ തെരച്ചിൽ ആരംഭിക്കും. ഇപ്പോൾ MLA പങ്കുവെക്കുന്നവരും MLA ജില്ലാ കളക്ടറുമായി സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. SDRFിന്റെയും നേവിയുടെയും ഒരു സംഘം ഈ തെരച്ചിലിൽ പിന്തുണയുമായി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈശ്വർ മാൽപ്പയ്ക്ക് കുറച്ചുകൂടി ധൈര്യത്തോടു കൂടി ആ തെരച്ചിലിന് ഇറങ്ങാൻ സാധിക്കും. കാരണം ഇന്ന് അത്ര സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയല്ല ഈശ്വർ മാൽപ്പെ തെരച്ചിലിനിറങ്ങിയത്. നമുക്കറിയാം 2 ഈ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് മാത്രമാണ് ഒരു സുരക്ഷ എന്നോണം ഈശ്വർ മാൽപ്പെ പുഴയിൽ ഇറങ്ങുന്ന ആ ഭാഗത്ത് ഒരു സുരക്ഷ എന്നോണമും നങ്കൂരമിട്ട് നിന്നത്. പക്ഷേ നാളെ അങ്ങനെയല്ല, കൂടുതൽ സംവിധാനങ്ങൾ ഈശ്വർ മാൽപ്പയ്ക്ക് സഹായമായി എത്തും എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് നാളെ ഒരു പ്രതീക്ഷയുടെ ദിനമാണ്. ഇപ്പോൾ ഒരു സ്പോട്ടിൽ മാത്രമാണ് ഈശ്വർ മാൽപ്പെ തെരച്ചിൽ നടത്തിയത്. നാളെ നേരത്തെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുള്ള ഈ റഡാർ ഡ്രോൺ പരിശോധനകളിൽ സ്പോട്ട് ചെയ്തിട്ടുള്ള കൂടുതൽ സ്പോട്ടിലേക്ക്, അതായത് 3 സ്പോട്ട് കൂടി ഉണ്ട്, ആ 3 സ്പോട്ടുകളിലേക്കും നാളെ തെരച്ചിൽ വ്യാപിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നാളത്തെ ദിനം വളരെ നിർണായകമാകും. രാവിലെ 8:30 തന്നെ ആരംഭിക്കും. നമ്മളെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെയൊന്നുമല്ല, മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നു. പുഴയിലെ അടിയൊഴുക്കൊരു പ്രശ്നമല്ല എന്ന് ഈശ്വർ മാൽപ്പെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിസിബിലിറ്റി ഒരു പ്രശ്നമല്ല എന്ന് ഈശ്വർ മാൽപ്പെ പറയുന്നു. ചെറിയ തോതിൽ മണ്ണ് ഈ പുഴക്കടിയിലുണ്ട് എന്നത് മാത്രമാണ് ഒരു തടസ്സമായി ചൂണ്ടിക്കാട്ടുന്നത്. അത് ഒരു വലിയ പ്രശ്നമല്ല. ആർക്കായാലും ഡൈവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ വൈദഗ്ധ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഡൈവ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. 3 നോട്ട്സിന് താഴെയാണ് നിലവിലിപ്പോൾ ഇതിൻ്റെ ഒരു അടിയൊഴുക്കുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സുഗമമായി ഈ ദൗത്യം പൂർത്തീകരിക്കാനാകുമെന്നൊരു ആത്മവിശ്വാസമാണ് ഈശ്വർ മാൽപ്പെ അല്പസമയം മുമ്പ് പങ്കുവച്ചത്. ഇന്നത്തെ തെരച്ചിൽ പൂർത്തീകരിച്ച് ഒരു സ്പോട്ടിലെ തെരച്ചിൽ നടത്തുമ്പോൾ തന്നെ വളരെ പ്രത്യാശ നൽകുന്ന, വളരെ പ്രതീക്ഷ നൽകുന്ന ചില കണ്ടെത്തലുകൾ ഉണ്ടാകുന്നു. അതിൽ 3 പാർട്സിൽ ഒന്ന് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ആ പ്രതീക്ഷയുമായി, ആ ആത്മവിശ്വാസവുമായാണ് നാളത്തെ തെരച്ചിലിന് കടക്കുന്നത്. നമുക്ക് നേരത്തെ അർജുൻ്റെ ബന്ധുക്കളുടെ ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടിരുന്നു. ജിതിൻ പ്രതികരിച്ചു. ജിതിൻ രാവിലെ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ വലിയ ആശങ്ക, വളരെ സങ്കടത്തോടെയാണ് ജിതിൻ സംസാരിച്ചത്. വളരെ പ്രതീക്ഷയോടെ വന്ന് രാവിലത്തെ തെരച്ചിലില്ലാതെ ഇന്നിനി ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് മടങ്ങാൻ അല്ലെങ്കിൽ താമസ സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് കാർവാർ MLA ഇങ്ങോട്ട് എത്തുകയും പിന്നീട് MLAയുടെ പ്രഖ്യാപനം വരികയും ആദ്യം നാളെ ആയിരിക്കും പുനരാരംഭിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് വളരെ പെട്ടെന്ന് ഈശ്വർ മാൽപ്പയ്ക്ക് നിർദ്ദേശം നൽകുന്നു. ഈശ്വർ മാൽപ്പ ഇവിടെ എത്തി
വളരെ വേഗത്തിൽ ഇറങ്ങുകയും ഒരു റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ 29 ദിവസവും നമ്മൾ കാത്തിരുന്ന ആ റിസൾട്ടിലേക്ക് ഇന്ന് കടക്കുന്നു എന്നത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. എന്തായാലും നാളത്തെ തെരച്ചിലെ സംബന്ധിച്ച് നമുക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ആ ഗംഗാവലി പുഴയുടെ ഒരു സ്ഥിതി നമുക്ക് കാണാം. വളരെ ശാന്തമായി ഗംഗാവലി പുഴ ഒഴുകുകയാണ്. മറ്റു പ്രശ്നങ്ങൾ, കാലാവസ്ഥയുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഇല്ല. നിലവിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കരയോട് ചേർന്ന ഭാഗത്താണ്, ആ ഭാഗത്ത് മാത്രമാണ് ഇന്ന് ഈശ്വർ മാൽപ്പെ തെരച്ചിൽ നടത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സ്പോട്ട് ചെയ്തിട്ടുള്ള മറ്റ് സ്പോട്ടുകളിലേക്കും ഒരു കരയോട് ചേർന്ന ഭാഗത്തും ഒരല്പം കൂടി മാറി ഈശ്വർ മാൽപ്പെ ഡൈവ് ചെയ്തിട്ടുണ്ട്. 3 ഡൈവാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ആ 3 ഡൈവിൽ 3 ലോറിയുടെ പാർട്സ് പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇനി മറ്റു സ്പോട്ടുകളിലേക്ക്, നേരത്തെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള മറ്റു സ്പോട്ടുകളിലേക്കും തെരച്ചിൽ അദ്ദേഹം വ്യാപിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ കൂടുതൽ കണ്ടെത്തലുകൾ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് നിലവിലിപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അർജുൻ്റെ കുടുംബം ഇത് ഈ വാർത്തകളൊക്കെ തത്സമയം വീട്ടിലിരുന്ന് കാണുന്നുണ്ടാകും. അവരെ സംബന്ധിച്ചും വലിയ സന്തോഷമായിരിക്കും. നേരത്തെ ജിതിനെ പോലെ തന്നെ നേരത്തെ നേവി രാവിലെ തെരച്ചിലിന് ഇറങ്ങില്ല എന്ന ഘട്ടം വന്നപ്പോൾ അവരുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. അവർ വളരെ സങ്കടത്തോടെ, അവർ രാവിലെ വലിയ പ്രതീക്ഷ പങ്കുവച്ചപ്പോൾ ഉച്ചയോടെ നേവി എത്തില്ല എന്ന് പറഞ്ഞതോടെ വീണ്ടും സങ്കടത്തിലായതാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന ഒരു റിസൾട്ടാണ് നിലവിൽ ഈ സായാഹ്നത്തിൽ അല്ലെങ്കിൽ ഈ വൈകുന്നേരത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈശ്വർ മാൽപ്പെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും നാളെ പൂർവാധികം ശക്തിയോടെ, കൂടുതൽ സജ്ജീകരണങ്ങളോടെ, ഇന്ന് നമുക്കറിയാം 2 മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും 3 സംഘാംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നാളെ കൂടുതൽ ഡൈവർമാരുണ്ടാകും. ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം തന്നെ അവരുടെ സംഘത്തിൽ അതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള മറ്റ് അംഗങ്ങളുണ്ട്. അവരും കൂടി നാളെ ഈ പുഴയിലെ അടിത്തട്ടിലുള്ള പരിശോധനയ്ക്ക് അവർ കൂടി ഇറങ്ങും എന്നതാണ് മനസ്സിലാക്കുന്നത്. അവരും ഈശ്വർ മാൽപ്പയെ പോലെ തന്നെ മറ്റിത്തരം ദൗത്യങ്ങളിൽ ഏർപ്പെട്ടവരാണ്. അങ്ങനെ ഒരു വിപുലമായ, അതായത് പല മേഖലകളിലായി വിപുലമായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ നിലവിൽ മഞ്ചേശ്വരം MLA പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു. ജില്ലാ കളക്ടർ നാളെ ഇതിൽ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കി തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. SDRFിൻ്റെയും അതോടൊപ്പം തന്നെ നേവിയുടെയും സംഘാംഗങ്ങൾ ഇവിടെ എത്തി ഈ ദൗത്യത്തിന്റെ ഭാഗമാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ അല്പസമയം മാത്രമാണ് ഈശ്വർ മാൽപ്പെ തെരച്ചിൽ നടത്തിയെങ്കിലും മുങ്ങി തപ്പിയതെങ്കിലും അവിടെ നിന്ന് കിട്ടുന്ന 3 ലോറിയുടെ ഭാഗങ്ങൾ, അതിലൊന്ന് അർജുൻ്റെ ലോറിയുടെ വീൽ ജാക്ക് എന്ന് ഉടമയായ മനാഫ് ഉറപ്പിക്കുന്നു. മറ്റത് 2 ഭാഗങ്ങൾ, അത് ടാങ്കർ ലോറിയുടെ, വെള്ളത്തിൽ മുങ്ങിപ്പോയ ടാങ്കർ ലോറിയുടേതാണ് എന്നും ഉറപ്പിക്കുന്നുണ്ട്. ഏതായാലും അത് ഒരു പ്രതീക്ഷയാണ്. ഈ തെരച്ചിൽ അർജുനെ കണ്ടെത്താനാകും എന്ന ഒരു ആത്മവിശ്വാസം നൽകുന്ന, ഒരു പ്രതീക്ഷ, മുന്നോട്ട് പോകാൻ ഒരു പ്രതീക്ഷ നൽകുന്ന സൂചനകളാണ് ഇന്ന് ലഭിക്കുന്നത്. ഏതായാലും നാളെ വിപുലമായ തെരച്ചിൽ കൂടുതൽ സംവിധാനങ്ങളോടുകൂടി നടത്താമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കൂടുതൽ തെരച്ചിലിൻ്റെ വിശദാംശങ്ങളിലേക്ക്